നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് നിർണായക പ്രതികരണം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണ് എന്നാണ് നോക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് നേരത്തെയൊക്കെ പത്മകുമാർ കുറ്റാരോപിതനല്ല, കുറ്റം തെളിയുന്നതുവരെ എന്തിനാണ് ഇത്രയും വെപ്രാളം എന്നതടക്കമുള്ള ഒരു പ്രതികരണം അദ്ദേഹം നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് പത്മകുമാർ അറസ്റ്റിലായ സാഹചര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നടപടികൾ പാർട്ടി സ്വീകരിക്കുമെന്നാണ്. പാർട്ടി അന്വേഷിക്കേണ്ട വിഷയമായി ഇതിനെ കരുതുന്നില്ല. പ്രതികളുടെ രാഷ്ട്രീയം നോക്കിയല്ല CPM നിലപാടെടുക്കുന്നത്. തെറ്റ് ചെയ്യുന്ന ആരെയും സംരക്ഷിക്കില്ല എന്നും MV ഗോവിന്ദന്റെ പ്രതികരണം. പാർട്ടി നൽകിയ ഉത്തരവാദിത്തങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അന്വേഷണത്തെ നിലവിൽ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഇനിയും സത്യങ്ങൾ പുറത്തു വരാനുണ്ട് എന്നും MV ഗോവിന്ദന്റെ പ്രതികരണം. പത്മകുമാർ ഇപ്പോൾ കുറ്റാരോപിതനാണ്, കുറ്റക്കാരനെന്ന് വിധിച്ചിട്ടില്ല. വിധി വരുന്നതുവരെ എല്ലാവരും കാത്തിരിക്കണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടിക്ക് ഒന്നും മറച്ചുവെക്കാനില്ലെന്നും കേസ് ചാർജ് ചെയ്യപ്പെടുന്നതോടെ അവസാന വാക്കായിട്ടില്ല എന്നും അദ്ദേഹത്തിന്റെ പ്രതികരണം. കുറ്റക്കാരാണെന്ന് വിധിക്കും വരെ ജുഡീഷ്യൽ സംവിധാനത്തെ അവഗണിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനാകില്ല. കുറ്റപത്രം സമർപ്പിച്ച് കോടതിയാണ് തീരുമാനമെടുക്കേണ്ടത്. കോടതി റിമാൻഡ് ചെയ്താൽ മാത്രം കുറ്റക്കാരനായില്ല. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ നിലപാട് സ്വീകരിക്കുമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. അതേസമയം ശബരിമലയിലെ ഒരു തരി സ്വർണം നഷ്ടപ്പെട്ടു പോകാതെ തിരിച്ചു പിടിക്കണമെന്നതാണ് പാർട്ടി നയമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ശബരിമല വിഷയം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ല. ഇപ്പോഴത്തെ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് രാഷ്ട്രീയ പ്രവർത്തകരെ ഒഴിവാക്കി കേരളം മുഴുവൻ അംഗീകരിക്കുന്ന ഒരാളെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയതെന്നും MV ഗോവിന്ദന്റെ പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നാടാകെ ഏറ്റെടുത്ത വിഷയം ആയതുകൊണ്ടാണ് അഭിപ്രായം പറഞ്ഞത്. പുറത്തു വന്ന കാര്യങ്ങൾ വെച്ച് രാജി മാത്രം പോരെന്നാണ് അഭിപ്രായമെന്നും MV ഗോവിന്ദന്റെ പ്രതികരണം. എന്തായാലും സർക്കാരിനെ CPM ആകെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് പത്മകുമാറിന്റെ അറസ്റ്റ്. അന്വേഷണ സംഘം ഇനി നീങ്ങുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂട്ടാളികൾക്കടുത്തേക്കാണ്. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് 2 കേസുകളിലെയും 1-ാം പ്രതിയായ റിമാൻഡിൽ കഴിയുന്ന പോറ്റിക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് പത്മകുമാറാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. തങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലെന്ന് ബോർഡ് മുൻ അംഗങ്ങളായ KP ശങ്കരദാസും N വിജയകുമാറും മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് സൂചന. ശബരിമലയിലെ കട്ടിളപ്പാളികളും അതിനോട് ചേർന്ന പ്രഭാവലയവും സ്വർണം പതിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാമായിരുന്നിട്ടും ചെമ്പുപാളികൾ എന്ന ദേവസ്വം ബോർഡ് യോഗത്തിന്റെ അജണ്ടയിൽ പത്മകുമാർ എഴുതി ചേർത്തതെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇങ്ങനെ പോറ്റിക്ക് എല്ലാ വഴികളും തുറന്നുകൊടുത്തു. പോറ്റിയുടെ പക്കൽ പാളികൾ കൊടുത്തുവിട്ടത് ദേവസ്വം മാനുവൽ വ്യവസ്ഥ ലംഘിച്ചാണ്. സംസ്ഥാനത്തിനകത്തും പുറത്തും പോറ്റിയെ സഹായിച്ചവരെ പിടികൂടുക എന്നതാണ് അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടം. ദേവസ്വം ബോർഡുമായി നേരിട്ട് ബന്ധമില്ലാത്തവരാണിവർ. സ്വർണം കൈമാറിയതിന്റെ സാമ്പത്തിക ഇടപാടുകളുടെ വിവരം അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. ദ്വാരപാലക ശില്പങ്ങളുടെ താങ്ങുപീഠം വീട്ടിൽ സൂക്ഷിച്ച പോറ്റിയുടെ സഹായി കോട്ടയം ആനിക്കാട് CK വാസുദേവൻ, സ്വർണം പൂശിയ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി, ശബരിമലയിൽ നിന്ന് പാളികൾ ഏറ്റുവാങ്ങിയ അനന്ത സുബ്രഹ്മണ്യൻ, പോറ്റിയുടെ സഹ സ്പോൺസർ രമേശ് റാവു, ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ, ഉരുക്കിയ സ്വർണം ഗോവർദ്ധന് കൈമാറിയ കൽപേഷ് തുടങ്ങിയ ഒട്ടേറെ പേർക്ക് കേസിൽ ബന്ധമുണ്ട് എന്ന നിർണായക കണ്ടെത്തൽ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഏതാനും പേരെ വിളിച്ചു വരുത്തിയും അല്ലാതെയും മൊഴിയെടുത്തിരുന്നു. ഇവരെ വീണ്ടും വിളിപ്പിച്ചോ അല്ലാതെയോ മൊഴിയെടുക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. എന്തായാലും പത്മകുമാറിനെ മുൻ ബോർഡംഗങ്ങൾക്കൊപ്പം ചോദ്യം ചെയ്യും. തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്യും. പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങിയേക്കും. വിശദമായ ചോദ്യം ചെയ്യൽ അന്നുണ്ടാകും. മുൻ ബോർഡ് അംഗങ്ങളായ KP ശങ്കരദാസ്, N വിജയകുമാർ എന്നിവരെ അന്ന് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമെന്നാണ് വിവരം. ബോർഡ് ഉദ്യോഗസ്ഥരെയും കമ്മീഷണറെയും കുറ്റപ്പെടുത്തിയാണ് പത്മകുമാർ കഴിഞ്ഞ ദിവസം മൊഴി നൽകിയതെന്നാണ് സൂചന. അതേസമയം സ്വന്തം കൈപ്പടയിൽ എഴുതിയ രേഖകൾ തന്നെ അദ്ദേഹത്തിന് കുരുക്കാകുകയും ചെയ്തു. ഇക്കാര്യങ്ങൾ നേരത്തെ 2 ബോർഡ് അംഗങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നു. ഇത് ഉറപ്പുവരുത്തിയതിനാണ് പത്മകുമാറിനെയും പഴയ ബോർഡ് അംഗങ്ങളെയും ഒരുമിച്ച് ചോദ്യം ചെയ്യുന്നതിനായി അന്വേഷണ സംഘം ആലോചിക്കുന്നത്. ശബരിമല സ്വർണ്ണ തട്ടിപ്പ് അന്വേഷിക്കുന്ന അന്വേഷണ സംഘം ബംഗളൂരിൽ വ്യവസായിയായിരുന്ന അജികുമാറിന്റെ മൂവാറ്റുപുഴ വാഴക്കുളത്തിനടുത്ത് പിരളിമറ്റിട്ടുള്ള തറവാട്ടു വീട്ടിലെത്തിയിരുന്നു. 2019 സെപ്റ്റംബർ 11 ശബരിമലയിലെ സ്വർണ്ണപ്പാളി കൊണ്ടുവന്ന് കുടുംബക്ഷേത്രത്തിൽ പൂജ നടത്തിയതായി അനുജൻ അനിൽകുമാർ മുൻപ് വെളിപ്പെടുത്തിയിരുന്നു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ 3 പേരാണ് തിരുവനന്തപുരത്ത് നിന്ന് തിങ്കളാഴ്ച അജികുമാറിന്റെ തറവാട്ടു വീട്ടിലെത്തിയത്. പൂജ നടന്ന കാവിലും വീടിനുള്ളിലും സംഘം പരിശോധനകൾ നടത്തി. രാവിലെ 10 കാറിൽ കൊണ്ടുവന്ന സ്വർണ്ണപ്പാളി വെള്ളാരങ്കല്ലിങ്കൽ കുടുംബക്ഷേത്ര ക്ഷേത്രത്തിൽ വയ്ക്കുകയും വൈകിട്ട് 5 പൂജയ്ക്ക് ശേഷം വെളുപ്പിന് 3 മണിയോടെ പള്ളിക്കത്തോട് ഇളമ്പള്ളി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയതായും അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയതായും അനിൽകുമാറിന്റെ പ്രതികരണം. തറവാട്ടു വീട്ടിൽ അനിൽകുമാർ, വല്യച്ഛൻ സുകുമാരൻ, മകൻ സജിമോൻ എന്നിവരോട് അന്വേഷണ സംഘം വിവരങ്ങൾ തേടി. തെളിവെടുപ്പിന്റെ മകസർ സാക്ഷിയായി സജിമോനാണ് ഒപ്പുവെച്ചത്. 2.5 മണിക്കൂറോളം അന്വേഷണ സംഘം ഇവിടെ പരിശോധന നടത്തിയ ശേഷമായിരുന്നു മടങ്ങിയത്. അതേസമയം
ശബരിമലയിൽ സ്പോൺസറാകാൻ സന്നദ്ധത പ്രകടിപ്പിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ അടക്കം സമീപിച്ചിരുന്നു എന്നാണ് പത്മകുമാർ മൊഴി നൽകിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാക്കാൻ എന്തായാലും പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കമാണ് അന്വേഷണ സംഘം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ആറന്മുളയിലെ പത്മകുമാറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട രേഖകൾ SIT കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പത്മകുമാറിന്റെ വീട്ടിലെ പരിശോധന പൂർത്തിയായത് അർദ്ധരാത്രിയോടെയാണ്. ഉച്ചയ്ക്ക് 12:15 തുടങ്ങിയ പരിശോധന 12 മണിക്കൂറിലേറെ നീണ്ടു. നിർണായക രേഖകൾ കിട്ടിയെന്നാണ് സൂചന. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കായി പത്മകുമാർ നടത്തിയ ഇടപെടലിൽ നിർണായക വിവരങ്ങൾ നൽകാൻ കഴിയുന്ന ദേവസ്വം ബോർഡിലെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രാജേന്ദ്രൻ അടക്കമുള്ളവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. പല ഓഫീസുകൾ ഉദ്യോഗസ്ഥരെ പത്മകുമാർ സ്വാധീനിച്ചുവെന്നാണ് N വാസുവിന്റെ മൊഴി. കട്ടിളപ്പാളികളും ശ്രീകോവിലെ വാതിലുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി വിവിധ സ്ഥലങ്ങളിൽ പൂജ നടത്തിയെന്ന് നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. പൂജയുടെ ഭാഗമായ നടൻ ജയറാം അടക്കമുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തും. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ SIT ചോദ്യം ചെയ്തേക്കും. കട്ടിളപ്പാളികൾ പോറ്റിക്ക് കൈമാറണമെന്ന കാര്യം പരിശോധിക്കാൻ സർക്കാരും ആവശ്യപ്പെട്ടെന്ന പത്മകുമാറിന്റെ മൊഴിയാണ് കടകംപള്ളിക്ക് കുരുക്കാകുന്നത്. പോറ്റിക്ക് പാളികൾ കൈമാറാൻ പത്മകുമാർ ദേവസ്വം മിനിറ്റ്സിൽ സ്വന്തം കൈപ്പടയിൽ ചെമ്പ് പാളികളെന്ന് എഴുതി ചേർത്തെന്നാണ് SITയുടെ നിർണായക കണ്ടെത്തൽ. അതേസമയം 2019 സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയി ചെന്നൈയിൽ എത്തിച്ച് 989 ഗ്രാം സ്വർണ്ണമാണ് വേർതിരിച്ചെടുത്തത്. പാളികളിൽ സ്വർണം പൂശിയതിനു ശേഷം ബാക്കി വന്ന 474 ഗ്രാം സ്വർണം പോറ്റി തട്ടിച്ചുവെന്നാണ് കേസ്. 2019 വിലയനുസരിച്ച് ഏതാണ്ട് 20 ലക്ഷത്തിൽ താഴെ മാത്രമേ ഇത്രയും സ്വർണത്തിന് വില വരികയുള്ളൂ. അതേസമയം 20 ലക്ഷം രൂപയ്ക്ക് വേണ്ടി നടത്തിയ തട്ടിപ്പാണിതെന്ന് വിശ്വസിക്കാൻ SIT തയ്യാറായിട്ടില്ല. ചെന്നൈയിൽ എത്തിച്ച് സ്വർണം വേർതിരിച്ചുവെന്ന് പ്രതികൾ മൊഴി നൽകിയിരിക്കുന്നത് അന്വേഷണം വഴിമുട്ടിക്കാനാണെന്ന നിഗമനത്തിലാണ് SIT. ഹൈക്കോടതിയും ഇക്കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു. രാജ്യാന്തര തട്ടിപ്പുകാരനായി സുഭാഷ് കപൂറിന്റെ പേര് വിധിയിൽ പരാമർശിച്ചത് ആ സാഹചര്യത്തിലാണ്. വില പിടിപ്പുള്ള അമൂല്യ വസ്തുക്കൾ രാജ്യാന്തര മാർക്കറ്റിൽ കോടികൾക്ക് വിറ്റഴിച്ചിരിക്കും ും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ സാധ്യത മുന്നിൽ കണ്ടാണ് അറസ്റ്റിലായവരുടെ സാമ്പത്തിക ഇടപാടുകൾ SIT പരിശോധിക്കുന്നത്. 2019 ശേഷം പ്രതികളിൽ ചിലരുടെ സാമ്പത്തിക അവസ്ഥയിൽ പെട്ടെന്ന് മാറ്റം വന്നതും അന്വേഷണ പരിധിയിലാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പത്മകുമാർ ഉൾപ്പെടെയുള്ളവർ നടത്തിയ പണമിടപാടുകളുടെ രേഖകൾ SIT ശേഖരിച്ചിട്ടുണ്ട്. ശബരിമല സീസണിന് ശേഷം ചിലർ നടത്തിയ വിമാനയാത്രകളെക്കുറിച്ച് പത്മകുമാർ പ്രതികരിച്ചിരുന്നു. ഇതേക്കുറിച്ചും അന്വേഷണം തുടങ്ങി. ചെന്നൈയിലും ബംഗളൂരുവിലും ഹൈദരാബാദിലും നടന്ന ചില വിരുന്നുകളിൽ പങ്കെടുത്തവരുടെ വിവരങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.